അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഞാനും കരുതിയാൽ ഓക്കെ ഒന്ന് ട്രൈ ചെയ്യുക, കാരണം ഞാൻ അത്ര കാലമായിട്ടൊരു ഗണ്ണ് പിടിച്ചിട്ടില്ല, ഹോൾഡ് ചെയ്തിട്ട് പോലുമില്ല. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കൽ പോലും തോക്ക് കയ്യിലെടുത്തിട്ടില്ലാത്ത ഒരു സാധാരണ വീട്ടമ്മ ഇന്ന് അന്താരാഷ്ട്ര വേദിയിൽ ഗൺ ഷൂട്ടിംഗിൽ 1ാം സ്ഥാനം നേടി ചരിത്രം കുറിച്ചിരിക്കുകയാണ്. പെരിന്തൽമണ്ണ സ്വദേശിനിയായ താഹിറയാണ് ഫുജൈറയിൽ വെച്ച് നടന്ന ഷൂട്ടിംഗ് കോമ്പറ്റീഷനിൽ വിജയിച്ച് നാടിന് അഭിമാനമായി മാറിയിരിക്കുന്നത്. സ്വപ്നം പോലും കാണാത്ത ഒരു രംഗത്ത് ആത്മവിശ്വാസം കൊണ്ട് ഉയർന്ന ഈ വിജയഗാഥ ഏത് വീട്ടമ്മയ്ക്കും പ്രചോദനമാണ്. അബുദാബി സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖലിയാൻ ബിൻ സായിദ് അൽ നഹ്യാന്റെ കയ്യിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ താഹിറയാണ് ഇന്ന് പെരിന്തൽമണ്ണയ്ക്ക് തന്നെ അഭിമാനമായി ശ്രദ്ധ നേടുന്നത്. അബുദാബിയിൽ നടന്ന അന്താരാഷ്ട്ര ഗൺ ഷൂട്ടിംഗ് കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം നേടി ചരിത്രം കുറിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണ സ്വദേശിനിയായ ഈ വീട്ടമ്മ. എല്ലാം ആരംഭിച്ചത് വളരെ സാധാരണമായൊരു അനുഭവത്തിൽ നിന്നും. പബ്ജി കളിക്കാരനായ ഭർത്താവിന് തോക്കിനോട് തോന്നിയ ഒരു ചെറിയ കൗതുകമാണ് താഹിറയെ എന്നീ നിലയിലെത്തിച്ചത്. അതിനെ തുടർന്ന് അബുദാബിയിൽ തന്നെയുള്ള തഹ ഷൂട്ടിംഗ് ക്ലബിൽ പരീക്ഷിക്കാൻ പോയതാണ് ജീവിതം മാറ്റിയ തിരിഞ്ഞുനോട്ടം. ഒരു ദിവസം കുടുംബസമേതം ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ കാണാൻ പോയ താഹിറയുടെ ഭർത്താവ് തന്നോട് ചോദിക്കാതെ തന്നെ തന്റെ പേരു നൽകിയതാണ് താഹിറയെ എന്നീ നിലയിലെത്തിച്ചത്. ഒരിക്കലും തോക്ക് പിടിച്ചിട്ടില്ലാത്ത താഹിറ ഒന്ന് ട്രൈ ചെയ്യാമെന്ന മനോഭാവത്തോടെ മത്സരത്തിലിറങ്ങിയത് ചരിത്രത്തിലേക്ക്. ആദ്യ പ്രകടനം തന്നെ കോച്ചിനെയും സംഘാടകരെയും അമ്പരപ്പിച്ചു. ഫൈനലിൽ അടുത്തുവരെ എത്തിയെങ്കിലും വിജയം കൈവിടുകയായിരുന്നു. പക്ഷേ അതിൽ നിന്നാണ് തുടക്കം. കോച്ചിന്റെ നിർദ്ദേശപ്രകാരം കഠിന പരിശീലനം തുടർന്നു. പിന്നീട് ഫുജൈറയിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്ത താഹിറ വർഷങ്ങളായി വിജയികളായിരുന്ന താരങ്ങളെ മറികടന്നാണ് 1ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത്. ജീവിതത്തിൽ താൻ ഒരിക്കൽ പോലും തോക്ക് കയ്യിലെടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് സാധാരണക്കാർക്കും ഇത്തരം വലിയ മത്സരങ്ങളിൽ പങ്കെടുക്കാനാകുമെന്നും ജയിക്കാൻ കഴിയുമെന്നും മനസ്സിലായതെന്നും അത് വളരെയധികം സന്തോഷം നൽകുന്ന അനുഭവമാണെന്നും താഹിറ പറയുന്നു. അതായത് എൻ്റെ ഹസ്ബൻഡ് പബ്ജി കളിക്കുമായിരുന്നു. ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ആൾക്ക് റിയൽ ഗണ്ണിനോടൊരു ഇഷ്ടം തോന്നി. അങ്ങനെ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഷൂട്ടിംഗ് ക്ലബ്ബ് ഉണ്ട്, അൽദഫ്ര ഷൂട്ടിംഗ് ക്ലബ്ബ്, ബദാസായിദ് എന്ന സ്ഥലത്ത്. അവിടെ പോയി ട്രൈ ചെയ്തു. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ ഈ കോമ്പറ്റീഷൻ വേണ്ടി ജസ്റ്റ് പോയി നോക്കി. പക്ഷേ ആ ടൈമിൽ മെൻസിൻ്റെ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിമൻസിൻ്റെ കോമ്പറ്റീഷൻ ആ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഞാനും കരുതിയാൽ ഓക്കെ ഒന്ന് ട്രൈ ചെയ്യുക, കാരണം ഞാൻ അത്ര കാലമായിട്ടൊരു ഗണ്ണ് പിടിച്ചിട്ടില്ല, ഹോൾഡ് ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ ഇങ്ങനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഓക്കെ ഒന്ന് ട്രൈ ചെയ്യുക എന്നുള്ള ഒരു ഇതിൽ പോയി. പക്ഷേ ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ഗണ്ണ് പോലും ഹോൾഡ് ചെയ്തിട്ടില്ല എത്ര കാലമായിട്ട്. നാട്ടിലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന് ചെറുപ്പം മുതൽ പ്രാക്ടീസ് കിട്ടിയവർക്ക് ആ ഒരു കോമ്പറ്റീഷന് പോകാൻ പറ്റും. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ ഇത്ര വലിയ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൽ വിൻ ചെയ്യാൻ പറ്റി. അത് ഒരുപാട് സന്തോഷം. പെരിന്തൽമണ്ണയിലുള്ള പൂങ്ങോടൻ അൽമർഫ മുസ്തഫയുടെ മകന്റെ ഭാര്യ കൂടിയാണ് താഹിറ. അബുദാബി എന്ന വിദേശ നാട് ഇന്ന് താഹിറയുടെ ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത ഓർമ്മയായി മാറിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് തെളിയിക്കുന്ന ഈ വിജയഗാഥ പ്രതീക്ഷയോടെ മുന്നേറുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു ശക്തമായ സന്ദേശം കൂടിയാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.